നമുക്ക് ബാംഗ്ലൂരിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് നടത്തിയാലോ? ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് രാമേശ്വരം കഫേയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം ഞങ്ങൾ ഇന്ദിരാനഗറുള്ള രാമേശ്വരം കഫേയിലാണ് പോയത്. പക്ഷേ അവിടെ ചില അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കട അവധിയായിരുന്നു. അല്ലെങ്കിലും അതങ്ങനെയല്ലേ വരൂ. പക്ഷേ തോറ്റു പിന്മാറിയ ചരിത്രം ഉണ്ടായിട്ടില്ല. വണ്ടി നേരെ രാജാജി നഗറിലേക്ക് വിട്ടു. അവിടെ നിന്ന് ഐശ്വര്യമായിട്ട് എൻ്റെ ഫേവറേറ്റ് ഐറ്റമായ ബട്ടർ ഇഡലിയിലാണ് ഹരിശ്രീ കുറിച്ചത്. പിന്നെ ഗീ പൊടി ഇഡ്ഡലിയും ട്രൈ ചെയ്തു. ഇവിടുത്തെ ചട്നികൾക്ക് മധുരമുണ്ട് കേട്ടോ. ചിലവർക്കത് ഇഷ്ടമാണ്, ചിലവർക്കത് ഇഷ്ടമല്ല. എന്താണെങ്കിലും എന്നെ ഇഷ്ടമില്ലാത്തവരുടെ കൂട്ടത്തിൽപ്പെടുത്താം എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഇവനാണ് മസാല ദോശ. നമ്മുടെ നാടൻ ശൈലി പോലെയല്ല കേട്ടോ. ഇവൻ്റെ നെയ്യിൽ നന്നായിട്ട് മൊരിയിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ കാണാനുള്ള മൊഞ്ചങ്ങ് മാറ്റി നിർത്തിയാലേ ആശം കുറച്ച് കടുകട്ടിയാണ്. ഞാൻ ഈ സ്പൂണായിട്ട് മല്ലിടാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അവൻ്റെ ഒരു പീസ് വായിലേക്ക് വെച്ചപ്പോൾ ഏതാണ്ട് യുദ്ധം ജയിച്ച ഫീലായിരുന്നു. ഇനി അടുത്ത ലൊക്കേഷൻ എവിടെ പോകണം എന്ന് ആലോചിച്ചപ്പോഴാണ് ചൈതന്യ എക്സ്പ്രസിൻ്റെ കാര്യം ഓർമ്മ വന്നു. അത്യാവശ്യം ഗൂഗിൾ റിവ്യൂ ഉണ്ട്, എന്നാൽ പിന്നെ വണ്ടി അങ്ങോട്ട് വിട്ടോ. അങ്ങനെ അവിടെ എത്തി. അവിടെ നിന്ന് സെയിം ഐറ്റം ഇഡ്ഡലിയും വടയും ട്രൈ ചെയ്തു. പക്ഷേ എന്തോ എൻ്റെ വൈബൊത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു പരീക്ഷണത്തിന് മുതിരാനുള്ള വയറും മനസ്സും ഉണ്ടായില്ല. വണ്ടി നേരെ എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനായ A2Bയിലേക്ക് പോകാമെന്ന് വെച്ചു. ഇന്ദിരാനഗറിലുള്ള A2Bയിലെത്തി. ആ സ്പൂണൊക്കെ അങ്ങ് മാറ്റി വെച്ച് ആ വടയെടുത്ത് ചട്നിയിലൊക്കെ മുക്കി അങ്ങ് കഴിച്ചപ്പോൾ കിട്ടിയ ആ സന്തോഷം എൻ്റെ മുഖത്ത് കാണാനുണ്ട്. അയ്യവ. അങ്ങനെ ഇതോടുകൂടി ഈ മത്സര ഇനം അവസാനിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു.